ഹായ് ഗായ്സ്, നമുക്കിന്നൊരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു പാത്രം എടുത്ത് അതിലോട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഗരം മസാലയും കോൺഫ്ലവറും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇടുക. ചിക്കന് പകരം നിങ്ങൾക്ക് കോൺ ആഡ് ചെയ്യാവുന്നതാണ്. അത് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുത്തിട്ട് ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് ഉപ്പിട്ട് കുരുമുളക് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട 2 വെജിറ്റബിൾസ് ഇടാം. എത്ര വെള്ളം ഇടാം? ഞാൻ 2 ഇടുന്നുള്ളൂ. പിന്നെ വെള്ളം ഒഴിച്ച് തീ കുറച്ച് വെച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ പാൻ എടുത്തിട്ട് നമ്മൾ ചിക്കനോ കോണോ വെജിറ്റബിൾസിൽ കോൺ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ട് കെച്ചപ്പും മയണൈസും സോയാ സോസും ഒറിഗാനോ ഇട്ട് മിക്സ് ചെയ്യും. ഇതാണ് നമ്മൾ സോസ്. ഇനി നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ കോൺ എടുത്തിട്ട് നമ്മൾ സോസിലൂടെ മിക്സ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൊണ്ടുവയ്ക്കാം. ആദ്യം വെജിറ്റീസ് കൊണ്ടുവച്ചു, സോസ് കൊണ്ടുവച്ചു, ചിക്കൻ കൊണ്ടുവച്ചു, ബ്രെഡും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ബ്രെഡ് എടുത്ത് അതിലോട്ട് ആദ്യം വെജീസ് വയ്ക്കുക. അയ്യോ മാറി പോയി. ഫസ്റ്റ് സോസ് എടുത്ത് വെച്ചിട്ട് പിന്നെ വെജീസ്, പിന്നെ ചിക്കൻ ഓർ കോൺ, പിന്നെ ചീസ് വയ്ക്കുക. ചീസ് ഓപ്ഷണലാണ് കേട്ടോ, ബട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇത് എത്ര പ്രാവശ്യം വേണം റിപ്പീറ്റ് ചെയ്യാം. ഞാനിത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അതിലോട്ട് നെയ്യ് ഒഴിച്ച് ടോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ട്രൈ ചെയ്ത് നോക്കാം. ടോസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ സംഭവം കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ലവ് യു ആൻഡ് ബൈ.